കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ഏറ്റവും പ്രധാന ആരോപണം ഉന്നയിച്ചത് സ്റ്റാർട്ടർക്കെതിരെയാണ്. അത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ല, അപ്പോൾ ഈ സംഭവത്തിലെ ആദ്യമായിട്ട് നിങ്ങളുടെ ഈ നെഹ്റു ട്രോഫിയുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഹൈപ്പ് കിട്ടിയത്. അതിന് മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയ റിപ്പോർട്ടർ ചാനലാണ്. ഞങ്ങൾക്ക് അതിന് റിപ്പോർട്ടർ ചാനലിനോട് പ്രത്യേകമായ നന്ദിയുണ്ട്. ഇന്നലെ നിങ്ങൾ നടത്തിയ സംവിധാനങ്ങളുമെല്ലാം മറ്റെല്ലാ മാധ്യമങ്ങളെയും കവച്ചു വെക്കുന്നതായിരുന്നു. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇന്ന് വന്ന ചില വാർത്തകൾ, പ്രത്യേകിച്ചും ഇന്നലെ അവിടെ 74 വള്ളങ്ങളുണ്ടായിരുന്നു. അത്രയും വള്ളങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വിട്ടതിൽ ഒരു വള്ളത്തിനും ഇതുപോലുള്ള പരാതിയില്ല, ഒരു വള്ളക്കാർക്കും ഇല്ല. ഇവർ ഫൈനലിലെ ഒരു 20 മിനിറ്റ് മുമ്പ് നടക്കേണ്ട ഫൈനലാണ്. ഈ വള്ളങ്ങളെല്ലാം വരാൻ താമസിച്ചതാണ്. ഞങ്ങൾ വന്നാലല്ലേ ഫൈനൽ നടക്കൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പം വരാം. ഇതായിരുന്നു ഓരോരുത്തരുടെ ധാരണ. അക്കൂട്ടത്തിൽ പക്ഷേ പറയട്ടെ, ഈ വള്ളമാണ് നേരത്തെ ആദ്യം വന്ന് പിടിച്ചിട്ടത്. അപ്പം മുതൽ അവർ പറയുന്നുണ്ട് ട്രാക്കിൽ ബോട്ടുണ്ട്. അവർ പറയുന്ന ട്രാക്കിലെ ബോട്ട് ഒന്ന് ഞങ്ങളുടെ ഒഫീഷ്യൽസിൻ്റെയും രണ്ടാമത്തെ പോലീസിൻ്റെയുമാണ്. ഇവർ തന്നെ പറയുന്നല്ലോ 100 മീറ്റർ അപ്പുറത്ത് ബോട്ട് കിടക്കുക. 100 മീറ്റർ അല്ല, ഒരു 10-250 മീറ്റർ അങ്ങോട്ട് മാറി കിടക്കുന്ന ബോട്ട് ഒരു ഡിവൈഎസ്പിയുടേതാണ്. അത് നമ്മൾ ഈ പോലീസ് സെക്യൂരിറ്റി സംവിധാനങ്ങളുമായി ചർച്ച ചെയ്ത് ആ രണ്ട് കരകളുടെ ഇടയ്ക്ക് കിടക്കുന്ന ആ കനാലിൻ്റെ ഭാഗമായിട്ട് വരുന്ന, കായലിൻ്റെ ഭാഗമായിട്ട് വരുന്ന അവിടം വഴി പ്രൈവറ്റ് ബോട്ടുകൾ ഈ ഫൈനൽ വിട്ട് കഴിഞ്ഞാൽ നേരെ ഇരച്ച് വന്നിട്ട് ഇതിൻ്റെ പുറകെ അങ്ങ് സഞ്ചരിച്ച് ഈ വള്ളങ്ങളൊക്കെ എല്ലാം മുമ്പോട്ട് പോകുന്നതിന് വലിയ തോതിലുള്ള തടസ്സം, ജലഘർഷണം കൂടും. ഈ പുറകിൽ ഇത്രയും ബോട്ടുകൾ ഇറക്കും. അത് ഞങ്ങൾ ബോധപൂർവം അത് വരാതിരിക്കാൻ വേണ്ടി ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അവിടെ പോലീസ് പാർട്ടിയെ വിന്യസിപ്പിച്ചിരിക്കുകയാണ്. അത് മാറ്റാനാണ് ഇവർ പറയുന്നത്. ഇവർക്കെന്ത് കാര്യം? ഞാൻ ചോദിക്കുന്നത്, ഇവർക്കെന്ത് കാര്യം പറയാൻ? നമുക്ക് ആകെ പറയാവുന്നത് റോഡിൽ റേസ് കോഴ്സിന് കുറുകെ ബോട്ട് വല്ലതും കിടക്കുന്നുണ്ടെങ്കിൽ അത് കിടക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമ്മുടെ ഒഫീഷ്യൽസിനെ വിളിച്ച് പറയുകയാണ്, പോലീസിനെ വിളിച്ച് പറയുകയാണ്. പോലീസ് വന്ന് മാറ്റും. ഇപ്പം ഇത്തവണത്തെ വള്ളങ്ങളുടെ പ്രത്യേകത ഒഫീഷ്യൽസിൻ്റെതല്ലാതെ ഒരു ബോട്ടും ആ റേസ് കോഴ്സിൽ ഉണ്ടായിരുന്നില്ല. ഇവരെന്തിനാണ് വാശി പിടിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ തുഴയൊക്കെ താത്തിട്ട് മത്സരം തുടങ്ങാൻ പോവാണ്, ആദ്യം വള്ളം ലോക്ക് ചെയ്യാൻ പറയും. എല്ലാ വള്ളങ്ങളും ലോക്ക് ചെയ്ത് എന്നിട്ട് തുല്യത പാലിച്ചു എന്ന് നോക്കും. ഇത് ഞാൻ മാത്രമല്ല, അവിടെ 5 സ്റ്റാർട്ടർമാരാണ് നിൽക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. വള്ളം വിളിക്കുന്നൊരു ജോലി, വള്ളം ലെവൽ ചെയ്യുന്നൊരു ജോലി, എല്ലാം ലെവലായോ എന്ന് ചോദിച്ച് പരസ്പരം ഞങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷമാണ് ലെവലിൽ വന്നു കഴിയുമ്പോൾ റെഡി എന്ന് ചോദിച്ചിട്ടാണ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. റെഡി എന്ന് ചോദിച്ച് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലെന്ന് പറഞ്ഞാൽ അവിടെ വെറുതെ കിടന്നാൽ ഞങ്ങൾക്ക് വള്ളം വിടാൻ പറ്റത്തില്ല. 2-3 വള്ളം വിട്ടുപോയാൽ ഞങ്ങൾ റൂട്ട് വിളിക്കും. ഇത് ഇവരെ ബാധിക്കാത്തൊരു കാര്യം, നെഹ്റു ട്രോഫിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇവരെന്താണ് വാശി പിടിക്കുന്നത്? ഇവർക്ക് എന്ത് കാര്യം? ഇവർക്ക് ഇതിനകത്ത് ഒരു കാര്യവുമില്ല. മാത്രമല്ല, ഇന്ന് ഉച്ചയ്ക്ക് വരെ ഇത് സംബന്ധിച്ച് ഒരു പരാതിയില്ല. ഇന്നലെ മറ്റു വള്ളങ്ങൾ വിവരം ചൂണ്ടിന് പരാതി ഉണ്ടല്ലോ, അപ്പം തന്നെ ഒരു പരാതി പറഞ്ഞു. അവർ ആവശ്യമുള്ള ആൾക്കെല്ലാം ബന്ധപ്പെട്ടുള്ള പരാതികൾ സമർപ്പിക്കുകയും ചെയ്തു. ഇവരുടെ പരാതി ഇന്ന് ഉച്ചയ്ക്കാണ് വരുന്നത്. ഇവർ പറയുന്നത് ഞങ്ങൾ ഇത് പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇട്ടപ്പോൾ നിങ്ങൾ അതിൻ്റെ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കുക. ആദ്യം തുഴയിടുന്നത് ഈ പറയുന്ന വള്ളമാണ്. അല്ലല്ല, അവർക്ക് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ തുഴ താത്തിട്ട്, നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, നിങ്ങൾ ആലോചിക്കേണ്ട പ്രശ്നമല്ല. റേസ് കോഴ്സിൽ ബോട്ട് കിടന്നാൽ അത് നിയന്ത്രിക്കാൻ ഇവിടെ വേറെ സംവിധാനമുണ്ട്, ഞങ്ങൾ വള്ളം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുകയും നമ്മൾ വള്ളം ലോക്ക് ചെയ്യുമ്പോൾ അന്ന് ഇവർക്ക് പറയാമല്ലോ, ലോക്ക് ചെയ്യണ്ട, ഞങ്ങളുടെ വള്ളം ലോക്ക് ചെയ്യണ്ട, ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറയാമല്ലോ. അപ്പോൾ ലോക്ക് ചെയ്ത് വള്ളം തുല്യതയായത് കൊണ്ടുവന്നു. മുന്നോട്ട് കിടന്ന ഈ വള്ളത്തെ പുറകോട്ടിറക്കി. അപ്പോൾ പുറകോട്ട് കുറേ അധികം പോയപ്പോൾ മുന്നോട്ട് പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് ലെവൽ ചെയ്തിട്ടിട്ട് റെഡി സ്റ്റാർട്ട്, ഇതാണ് സംവിധാനം. അപ്പം പറയുകയാണ്, ഇപ്പം തോറ്റ് കഴിഞ്ഞപ്പോൾ പറയുകയാണ് ഞങ്ങൾ തുഴയെ പൊക്കി പിടിച്ചുകൊണ്ടിരുന്ന എന്ത് കാര്യം അവർക്ക്? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, നെഹ്റു ട്രോഫിയുടെ നടത്തിപ്പിനെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് എന്ത് കാര്യം? ഇവരുടെ മുന്നിൽ ഒരു വള്ളം വന്ന് ഇതിനെ തടസ്സപ്പെട്ടു പോയാൽ മത്സരം പിന്നെ നടത്തേണ്ടി വരും, മത്സരം നടത്തും. അപ്പോൾ ഇവർ സാധാരണ വള്ളം കളിക്ക് പോകുന്ന കാണിക്കൊണ്ട് കൈക്കരുത്തും ദേഹബലവും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നെഹ്റു ട്രോഫിയിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പങ്കായക്കാർക്ക് പങ്കായ പൊക്കി പിടിച്ചാൽ അവർ തോറ്റു, അത്രേ ഉള്ളൂ. അവിടെ ഒരു നടത്തിപ്പുണ്ട്, ഒരു രീതിയുണ്ട്, അതിനൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? അവർ വള്ളം പുറയിലാണെങ്കിൽ ഓക്കെ, അവർ പുറയിലാണ്, ഞങ്ങൾ വള്ളം പുറയിലാണ്, നിങ്ങൾ പിടിച്ചിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ പുറയിലാണ്, ഞങ്ങൾ മത്സരിക്കുന്നത്, തുഴ പൊക്കി പിടിച്ചു, സമ്മതിച്ചു. ഇതല്ല, റേസ് കോഴ്സിൽ പോലീസിന്റെ ബോട്ട് മാറ്റാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ തുടരാത്തിട്ട് നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വള്ളം നിലവിൽ പിടിക്കുകയാണ്, നിങ്ങൾക്കതൊന്നും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, അവിടെ വേറെ സംവിധാനമാണുള്ളത്, അവരത് നോക്കിക്കോളും എന്ന് കൃത്യമായി പറയുകയും അതിനുശേഷമാണ് ഞങ്ങളിത് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ആദ്യമേ തുഴയിടുന്നത് ഈ പറയുന്ന ചുണ്ടനാണ്. തുഴ പൊക്കി പിടിച്ചോണ്ടിരുന്നാൽ എങ്ങനെ ആദ്യം തുഴയിടുന്നത്? ആദ്യം നിങ്ങൾ ആ സ്റ്റിൽസ് നോക്കൂ, ആ വീഡിയോ ദൃശ്യം നോക്കി. ആദ്യത്തെ ഒരു 3 തുഴപ്പാട് വള്ളം വരുമ്പോൾ ആദ്യം വരുന്നത് ഇവരുടെ വള്ളം. ഇവർ പൊക്കി പിടിച്ചോണ്ടിരുന്നത് എങ്ങനെ വരും?
ഇവർ തുഴ പൊക്കി പിടിച്ചോണ്ടിരുന്നെങ്കിൽ ഇവരുടെ വള്ളം എങ്ങനെ അടിച്ചാൽ അടുത്ത സെക്കൻഡ്, തൊട്ടടുത്ത സെക്കൻഡിൽ ഇവരുടെ വള്ളം മുന്നിലാണ്. തുഴ പൊക്കി പിടിച്ചോണ്ടിരുന്നത് എങ്ങനെ മുന്നിലാവും? അപ്പോൾ അതൊക്കെ തോറ്റു കഴിഞ്ഞ ഓരോ ന്യായങ്ങൾ നിരത്തുന്നതൊക്കെ ആവശ്യമാണ്. പക്ഷേ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഫോൺ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങളെല്ലാം വിളിച്ച് വളരെ മോശമായ ഭാഷയിലാണ് സംസാരിച്ചത്, വളരെ മോശമായിട്ട്. അതൊന്നും ഇവിടെ ചിലവാകത്തില്ല. നാട്ടിൻപുറത്ത് വള്ളംകളിയിലൊക്കെ പല വള്ളംകളിയിലും ഇത്തരം ആളുകൾ കുറേ തോന്നിയാസങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അതൊന്നും നെഹ്റു ട്രോഫിയിൽ അരങ്ങേറാം എന്ന് ധരിക്കരുത്. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, റിപ്പോർട്ടർ ചാനലിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ നൽകിയ സേവനം വലിയ സേവനമാണ്, മഹത്തായ സേവനമാണ്. ഇത്തരം ആളുകൾ സാന്ദർഭികമല്ലാതെ ഉന്നയിക്കുന്ന പരാതികൾ നമ്മൾ ബൂസ്റ്റ് ചെയ്തു പോയാൽ അവിടെ എന്തോ കുഴപ്പം നടന്നു, നീതി നിഷേധിച്ചു എന്നൊക്കെ ഉള്ള തരത്തിലാണ് വരുന്നത്. ഒരു നീതി നിഷേധവും ഉണ്ടായിട്ടില്ല. വളരെ കൃത്യതയോടെയാണ് ഇത്തവണത്തെ സ്റ്റാർട്ടിങ് നടന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ സ്റ്റാർട്ടിംഗ് ഡിവൈസ് വന്നതിന് ശേഷം ഒരു തരത്തിലുള്ള സ്റ്റാർട്ടിംഗ് പ്രശ്നം ആരും പറയാറില്ല. അത്ര നീതിപൂർവ്വമായിട്ടാണ് ചെയ്യുന്നത്. അതിനെ ഇങ്ങനെ കുഴപ്പമാണെന്ന് വ്യാഖ്യാനിക്കാൻ വിയപുരക്കാർ പറയുന്നതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. അത് അവർ അപ്പീൽ കൊടുക്കട്ടെ. ആ അപ്പീൽ പരിശോധിച്ച് റിവ്യൂ നടത്തും. അവിടെ റിവ്യൂ നടത്തുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ആവശ്യമായ തീരുമാനം എടുക്കും.